Good morning, students. ഇന്ന് നമുക്ക് ഫോട്ടോസിന്തസിസിലെ 5ാമത്തെ സെഷനാണ് നമ്മൾ ചെയ്യണത്. ഏതാണെന്നറിയോ? കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പൊ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്താ കുട്ടികളെ? അത് ATP സിന്തസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറിയാണ് കേട്ടോ. അപ്പൊ നമ്മള് സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പഠിച്ചു, നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പഠിച്ചു, പവർ ഹൗസ് ഓഫ് ദ സെൽ മൈറ്റോകോൺട്രിയ ആണ്, അവിടെയാണ് ATP ഉണ്ടാവുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്ലാന്റില് ക്ലോറോപ്ലാസ്റ്റിലും ATP ഉണ്ടാവും, മൈറ്റോകോൺട്രിയയിലും ATP ഉണ്ടാവും. ഒന്ന് റിയലൈസ് ചെയ്യാണ്. ആനിമൽസിലാണെങ്കിലോ മൈറ്റോകോൺട്രിയയിൽ മാത്രമേ നടക്കുള്ളൂ. എപ്പോഴാണ് മൈറ്റോകോൺട്രിയൽ ATP ഉണ്ടാവുക? അത് റെസ്പിറേഷൻ നടക്കുമ്പോഴാണ് അല്ലേ. അപ്പൊ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ പ്ലാന്റിൽ എവിടെ ATP ഉണ്ടാവുക? ക്ലോറോപ്ലാസ്റ്റില്. അപ്പൊ പ്ലാന്റിൽ ATP ഉണ്ടാക്കലാണോ പ്ലാന്റിന്റെ പരിപാടി? അല്ല. പ്ലാന്റ് ആദ്യം ലൈറ്റ് എനർജി എടുത്ത് ATP ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ സ്റ്റോർ ചെയ്ത ATPയിലുള്ള എനർജി ഗ്ലൂക്കോസിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് ഷുഗർ ആക്കുകയാണ് അല്ലേ മക്കളെ, ഡാർക്ക് റിയാക്ഷൻ. അപ്പൊ ഡാർക്ക് റിയാക്ഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് റിയാക്ഷനിൽ ATPയും NADPH ഒക്കെ ഉണ്ടായി, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടില് ആ സൈക്ലിക് നടക്കുമ്പോൾ സൈറ്റോക്രോം B6F അവിടെ നമ്മൾ ATP എഴുതിയിരുന്നില്ലേ? നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൽ PS2 to PS1 അതിന്റെ ഇടയിലും നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ATP ഉണ്ടാവുന്നത്? അത് ഒരുപാട് വർഷക്കാലം സയന്റിസ്റ്റുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു, ഒരു പസിലായിരുന്നു. പിന്നീട് പീറ്റർ മിഷൽ, കേട്ടിട്ടുണ്ടോ നിങ്ങള്? പീറ്റർ മിഷൽ നൊബേൽ പ്രൈസ് വിന്നർ ആണ്, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് കൂടെ എഴുതണേ കേട്ടോ. പീറ്റർ മിഷൽ ആണ് ഇങ്ങനെ ഒരു കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയ ഒരു മോഡൽ ഓഫ് ATP സിന്തസിസ് പ്രപ്പോസ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഡിസ്കവറിക്ക് 1978 നൊബേൽ പ്രൈസ് കിട്ടുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ഹൈപ്പോത്തസിസ് എന്താണെന്ന് നോക്കാം മക്കളെ, വരൂ. അതായത് ഇത് ഇപ്പോ ഒരു വലിയ ഒരു ക്ലോറോപ്ലാസ്റ്റ് ആയിട്ട് സങ്കല്പിച്ചോളൂ കേട്ടോ. ഡബിൾ മെംബ്രെയിൻ ആണ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റ് എവിടെയാണ് നടക്കുന്നത്? അത് നമ്മുടെ തൈലക്കോയിഡ് ലാമല്ലയിലാണ് നടക്കുന്നത്, റൈറ്റ്? ഓക്കെ, അപ്പൊ സ്ട്രോമ ലാമല്ലയിൽ നടക്കില്ലേ? സൈക്ലിക്കിലും ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്ട്രോമ ലാമല്ലയും വലുതാക്കി വരയ്ക്കാം. അപ്പൊ ഇവിടുത്തെ മാത്രമേ ടീച്ചർ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, അത് തന്നെ ഇവിടെ നടക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇവിടെ PS2 ഉണ്ട്, നമ്മുടെ നോൺ സൈക്ലിക് പഠിച്ചു അതേപോലെ തന്നെ. അപ്പൊ ഇവിടെ PS1 ഉണ്ട്. ഓക്കെ, PS1ന്റെ അടുത്ത് ആരുണ്ട്? NADP, റിഡക്ടേസ് എൻസൈം ഉണ്ട്. ആ കോംപ്ലക്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. റിഡക്ടേസ് എഴുതി വെക്കാം ജസ്റ്റ്. ഇത്രയും കിട്ടിയോ? അപ്പൊ PS2 PS1 റൈറ്റ്. സോ ഇനി ലൈറ്റ് അടിക്കുകയാണ് ഇങ്ങോട്ട്, ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അപ്പൊ PS2 നിന്ന് ഞാൻ അത് നീട്ടി പറയുന്നില്ല. സോ ഈ PS2 നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ട് ജമ്പ് ചെയ്യുന്നു മക്കളെ? Phi-O-13. ഓക്കെ, Phi-O-13. അപ്പൊ PS2 എന്തായി മാറും? P680 പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ Phi-O-5 മൈനസ് ആവുന്നു, അത് ഔട്ടർ സൈഡിലായിരിക്കണേ. അപ്പൊ പ്രൈമറി ആക്സെപ്റ്റർ എവിടെയായിരിക്കണേ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. പ്രൈമറി ആക്സെപ്റ്റർ ഈസ് സിറ്റുവേറ്റഡ് ഔട്ടർ സൈഡ് ഓഫ് ദ തൈലക്കോയിഡ് മെംബ്രെയിൻ. ക്ലിയർ ആയില്ലേ? സോ ഈ Phi-O-5 നിന്ന് ഇലക്ട്രോൺ ആർക്കാ പോണേ? PQ. സോ ആക്ച്വലി PQ is not an electron carrier. PQ വെറും ഒരു ഇലക്ട്രോൺ കാരിയർ അല്ല, he is actually a ഹൈഡ്രജൻ കാരിയർ. എന്ത് കാരിയർ ആണ്? ഹൈഡ്രജൻ കാരിയർ ആണ്. അപ്പൊ ഈ ഇലക്ട്രോൺ, നല്ല എനർജി ഉള്ള ഈ ഇലക്ട്രോണിനെ PQ സ്വീകരിക്കുകയാണ്. അപ്പൊ ഓരോ ഫോട്ടോൺ അടിക്കുമ്പോഴും ഓരോ ഇലക്ട്രോൺ ഇങ്ങനെ ജമ്പ് ചെയ്ത് കൂട്ട മക്കളെ. ഓക്കെ, അപ്പൊ PQക്ക് ഇലക്ട്രോൺ കിട്ടുമ്പോ PQ എന്ത് സംഭവിക്കും? ഈ സ്ട്രോമയിൽ നിന്ന്, സ്ട്രോമ എന്ന് വെച്ചാൽ മാട്രിക്സ് അല്ലേ മക്കളെ, ഫ്ലൂയിഡ് മാട്രിക്സ്. ഓക്കെ, സോ മാട്രിക്സിൽ എപ്പോഴും ഒരു നിശ്ചിത നമ്പർ പ്രോട്ടോൺസ് ഉണ്ടാവും. എവിടെയായിരുന്നാലും പ്രോട്ടോൺസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വാട്ടർ ആണ് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രോട്ടോൺ ഇങ്ങോട്ട് വരും, ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു നാറാണത്ത് പ്രാന്തന്റെ പോലെയാണ്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിനൊക്കെ ഒരു ബേസ് ഉണ്ട്, കാരണങ്ങളുണ്ട്. ഓക്കെ, സോ PQ ഈ സ്ട്രോമയിൽ നിന്ന് ഈ ഇലക്ട്രോണിന്റെ എനർജി യൂസ് ചെയ്തിട്ട്, അപ്പൊ ഒരു എനർജി ആക്റ്റീവ് പ്രോസസ് ആണ്, യൂസ് ചെയ്തിട്ട് PQ പ്രോട്ടോണിനെ എടുക്കും. അപ്പൊ PQ രണ്ട് ഇലക്ട്രോൺ എത്തിക്കഴിഞ്ഞാൽ PQH2 ആവും, രണ്ട് പ്രോട്ടോണിനെ എടുക്കും കേട്ടോ. അപ്പൊ PQH2 ആവും. എന്താ PQH2 എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഫോം പ്ലാസ്റ്റോക്വിനോൾ, OIL കേട്ടോ. മറ്റേത് ഓൺ ആയിരുന്നു, പ്ലാസ്റ്റോക്വിനോൾ ഈസ് ഓക്സിഡൈസ്ഡ് ഫോം. PQH2 is reduced form. Okay, so ഈ PQH2 ഒരു സെക്കൻഡ് നേരം ഇങ്ങനെ റെഡ്യൂസ്ഡ്, സെക്കൻഡ് ഒന്നും ഇല്ല കേട്ടോ, റെഡ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ആര്
സൈറ്റോക്രോം B6 ആൻഡ് എഫ് അവരെ അവിടെ തട്ടിപ്പറിക്കുകയാണ്. എന്താ നീ ഇങ്ങനെ ഹൈഡ്രജനൊക്കെ പിടിച്ച് നിൽക്കണേ? ഇലക്ട്രോൺ കാരിയർ അല്ലേ, ഇലക്ട്രോണിനെ അല്ലേ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? നമ്മുടെ ആര് ചോദിക്കുകയാണ്? സൈറ്റോക്രോം B6 എഫ് അങ്ങോട്ട് ചോദിച്ചിട്ട് ഇലക്ട്രോണിനെ ഇത് അക്സെപ്റ്റ് ചെയ്യുകയും ഇതിന്റെ ഉള്ളിലുള്ള പ്രോട്ടോണിന്റെ ഒറ്റ തട്ടാണ് ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ പ്രോട്ടോണിനെ ആരാണ് അകത്തേക്ക് പമ്പ് ചെയ്തത്? സൈറ്റോക്രോം ആണ്. നിങ്ങൾക്ക് മനസ്സിലാവണ ഭാഷയിൽ പറഞ്ഞേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ സൈറ്റോക്രോം മീൻസ് ആക്ച്വലി പമ്പിങ് ദ പ്രോട്ടോൺസ് ടു ല്യൂമൻ. ബട്ട് ആരാണ് അവിടെ നിന്ന് ക്യാരി ചെയ്തത്? PQ ആണ്, പ്ലാസ്റ്റോക്വിനോൺ ആണ് കേട്ടോ. പക്ഷെ നമ്മൾ സൈറ്റോക്രോം പമ്പിങ് എന്നാ പറയുക. വയാ സൈറ്റോക്രോം ആണ് അതിനെ ഉള്ളിലേക്ക് പുഷ് ചെയ്തത്. ഇപ്പൊ ക്ലിയർ ആയോ? പ്രശ്നമൊന്നുമില്ലല്ലോ. PQവിൽ നിന്ന് ഇലക്ട്രോണിനെ ക്യാരി ചെയ്യുന്നു. At the same time that will be pushing the proton from PQ to come on lumen. പക്ഷെ PQ അടുത്തേ സ്ട്രോമേന്ന്. അപ്പൊ സ്ട്രോമയിൽ നിന്ന് ലൂമനിലേക്കുള്ള പ്രോട്ടോണിന്റെ വഴിയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ദാറ്റ് ഈസ് ടൈപ്പ് ഓഫ് ആക്റ്റീവ് transport. Pumping, cytochrome pump ആണ്. Wherever you hear the term pump, that will be active process. Okay, so when electron moves from PS2 to PS1, that energy, using this energy, some protons are removed from stroma to lumen. Clear ആയോ? അപ്പൊ ഞാൻ ഇങ്ങനെ ഇലക്ട്രോൺ ഇങ്ങനെ ഓടി പോവാന്ന് വിചാരിക്കുക. അതിന്റെ ഇടയിൽ എന്റെ ഈ ഓട്ടത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഈ സ്ട്രോമയിൽ ഒരു പ്രോട്ടോൺ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ ഇലക്ട്രോണിന്റെ എനർജി ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത്. ഇലക്ട്രോണിന്റെ അടുത്ത എനർജി സോളാർ എനർജിയാണ്. ഓക്കെ, സോ 2H പ്ലസ് ഇങ്ങോട്ട് വന്നു. സൈറ്റോക്രോം B6 ആസ് യൂഷ്വൽ ആസ് യു നോ എങ്ങനെ എവിടേക്കാ പോവുക? PC ട്രാൻസ്പോർട്ട് ചെയ്യും. PC എവിടേക്ക് കൊടുക്കും? PS1. PC-നെ കുറിച്ച് അറിയാലോ, കോപ്പർ കണ്ടെയ്നിങ് സെന്റർ ആണ് അല്ലെ, ഡിഫ്യൂസബിൾ ആണ്, മൊബൈൽ കാരിയർ ആണ് എന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര തവണ ഓർക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പൊ PS1ലെത്തി. PS1ൽ നിന്ന് ലാസ്റ്റ് എവിടേക്ക് പോകും? NADP റിഡക്ടേസ് എൻസൈമിനാൽ NADP+ will be converted to NADPH. Okay, so this NADPക്ക് എത്ര പ്രോട്ടോൺ വേണം, ഇലക്ട്രോൺ വേണം എന്നൊക്കെ ഞാൻ ഈ സെഷനിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മക്കളെ, so which is the final acceptor in this system? NADP+. അല്ലേ? അങ്ങനെ ഓരോ ലൈറ്റ് ഫോട്ടോൺസും റേസും സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ തെറിച്ചു പോകും. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്ന ടീച്ചർ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഓക്സിജൻ പുറത്തേക്ക് പോയി അല്ലെ. 2 water molecules are needed to release 1 O2. അതൊക്കെ അറിയാലോ അല്ലെ മക്കളെ? അറിയാലോ. ഓക്കെ, സോ 2H2O2 2 വാട്ടർ ആണെങ്കിൽ എന്താ ഉണ്ടാവണേ? 2 വാട്ടർ ആണെങ്കിൽ 4 പ്രോട്ടോൺസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, സോ 4 പ്രോട്ടോൺസ് 4 ഇലക്ട്രോൺസ് ഓരോ ഫോട്ടോണിനനുസരിച്ച് പോകും. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് ഇവിടെ ഒരു H2O എന്ന് എഴുതുകയാണെങ്കിൽ 2H+ ആണ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുക. ഹാഫ് O2 ആണ് റിലീസ് ചെയ്യുക. ക്ലിയർ ആയില്ലേ? അതിന്റെ കണക്ക് ടീച്ചർ അതിന്റെ കാൽക്കുലേഷൻ ടീച്ചർ വേറൊരു സെഷനിൽ ചെയ്യാം കേട്ടോ. ഏത് ക്വാണ്ടം ഈൽഡും ക്വാണ്ടം റിക്വയർമെന്റും ഒക്കെ. സോ മക്കളെ ഇപ്പൊ എന്താ മനസ്സിലായത്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പ്രോട്ടോൺസ് അക്യുമുലേറ്റ് ചെയ്യുന്നു, പ്ലസ് ഇലക്ട്രോൺസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും പ്രോട്ടോൺസ് ഇവിടേക്ക് വരുന്നുണ്ട് വയാ സൈറ്റോക്രോം B6 and F. Is it very clear? So what happens is ഇവിടെ proton concentration increases. Proton concentration increases. I mean acidity increases. Come on, acidity increases. Acidity increase ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? pH decreases. Come on, pH decreases. So there will be a proton concentration gradient, which is very essential for the working of ATP synthase enzyme complex. മനസ്സിലാവുണ്ടോ? അപ്പോൾ ATP synthase enzyme complex വർക്ക് ചെയ്യണമെങ്കിൽ there must be a proton gradient. ഇലക്ട്രോൺ ട്രാൻസ്ഫറിനേക്കാൾ ആവശ്യം അവിടെ എന്താ? പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. ഒരുപാട് ഐസൊലേറ്റഡ് എക്സ്പെരിമെന്റിൽ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെ ഗ്രേഡിയന്റ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആണെന്ന് മാത്രം. ഓക്കെ, സോ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഗ്രേഡിയന്റ് ഉണ്ടാവാൻ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഇലക്ട്രോൺ NADP+ എത്തൂലോ മക്കളെ. അപ്പൊ ആ സമയത്ത് ഒരു ഇലക്ട്രോൺ വരുന്നു, രണ്ടാമത്തെ ഇലക്ട്രോൺ സ്വീകരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ബി ടേക്കിംഗ് സം പ്രോട്ടോൺസ്. സെയിം ടൈം ഇറ്റ് വിൽ ബി ടേക്കിംഗ് സം പ്രോട്ടോൺസ് ഫ്രം സ്ട്രോമ. പ്രോട്ടോണിനെ എവിടെ നിന്നും എടുക്കുന്നുണ്ട്? സ്ട്രോമേന്ന്. ആരെടുക്കും? NADP+ എടുക്കും. എന്നിട്ട് അവ ആരായി മാറുകയാണ്? NADPH. കേട്ടോ.
അത് ഞാൻ പറയാം. NADPH ആണോ, NADPH+H+ ആണോ, NADPH2 എന്നാണോ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഫോർ ദ ടൈം ബീങ് ഈ H+ ഇവിടെ സ്വീകരിക്കുന്നു, ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും എടുത്തു. ഇവിടെ NADPA ഉള്ളൂ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബിക്കം NADPH. ഓക്കെ ഫൈൻ. ആൻഡ് ദിസ് NADPH വിൽ ബി ഗോയിങ് ടു എവിടേക്കാ പോവുക? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അടുത്ത് പോകുന്നു. ദാറ്റ് വിൽ ബിക്കം ഗ്ലൂക്കോസ്. ഓക്കെ, ഇത് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവൻ വീണ്ടും NADP ആവും, ലൈറ്റ് അടിക്കും, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ NADPH ആണ് H-നെ കൊടുക്കണേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൈഡ്രജൻ ഡോണർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മക്കളെ പ്രോട്ടോൺസ് ഒന്നകത്തേക്ക് വരുന്നുണ്ട് ഇല്ലേ? അപ്പൊ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അതിനനുസരിച്ച് ഇലക്ട്രോണിന്റെ ഫ്ലോനനുസരിച്ച് പ്രോട്ടോൺസ് അകത്ത് വരുമ്പോൾ ഇവിടെ പ്രോട്ടോൺ കുറയും. അതേ സമയത്ത് തന്നെ NADP+ഓ NADPയോ ഇവിടെ നിന്ന് പ്രോട്ടോൺ എടുക്കുമ്പോൾ അപ്പോഴും പ്രോട്ടോണിന് കുറവ് വരല്ലേ? സോ മൊത്തത്തിൽ സ്ട്രോമയിൽ ഇതുപോലെ ഓരോ ഗ്രാനാലാമല്ലയിലും നടക്കല്ലേ? എല്ലാ ഗ്രാനാലാമല്ലയുടെയും ലൂമനിലേക്ക് പ്രോട്ടോൺ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാട്രിക്സിന്റെ ഉള്ളിൽ പ്രോട്ടോണിന്റെ അളവ് കുറയുന്ന ആലോചിക്കുക. അല്ലാണ്ട് ഒരു ഗ്രാനാലാമലയിൽ നടക്കുന്ന കാര്യമായിട്ട് ചിന്തിക്കരുത്. ഒരു ക്ലോറോപ്ലാസ്റ്റിൽ എത്ര ഗ്രാനാലാമല, എത്ര ലൂമൻസ് അല്ലേ? അപ്പൊ അതിലേക്കൊക്കെ പ്രോട്ടോൺ ഉള്ളിലേക്ക് കയറുമ്പോ ഉറപ്പായില്ലേ ഇപ്പോ ഇവിടെ പ്രോട്ടോൺ വളരെ കുറയും എന്നുള്ളതല്ലാണ്ട് ഈ ഒരെണ്ണം വെച്ച് ചിന്തിക്കരുത് കേട്ടോ. ഒന്ന് മനസ്സിലാക്കി ഇതേപോലെയാണ് എല്ലാത്തിനും. ഓക്കെ, ക്ലിയർ ചിൽഡ്രൻ? സോ എന്ത് സംഭവിക്കും? ഇവിടെ പ്രോട്ടോൺ കുറഞ്ഞു. അപ്പൊ പ്രോട്ടോൺ കുറയുമ്പോ എന്താ സംഭവിക്കണേ? അസിഡിറ്റി കുറയും. സോ pH ഇവിടെ കൂടും. അപ്പൊ അസിഡിറ്റിയും pHഉം ഒക്കെ തമ്മിൽ ഒരു വ്യത്യാസം, ഐ മീൻ ഒരു കണക്ഷൻ മനസ്സിലായല്ലോ. So it will support, it will couple the ATP synthesis, it will activate F0 F1 particle. ഈ കോൺസെൻട്രേഷൻ ഇങ്ങനെ ഗ്രേഡിയന്റ് ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ F0 F1 പാർട്ടിക്കിളിന് കൺഫർമേഷണൽ ചേഞ്ച് സംഭവിക്കും. ഓക്കെ, അപ്പൊ എന്താണ് F1 F0? ഇതാണ് F0 അല്ലെ. ഒന്ന് പോലെ ഇരിക്കുന്ന ആൾക്ക് 0 എന്ന് പേരിട്ടു, 0 പോലെ ഇരിക്കുന്ന ആൾക്ക് 1 എന്ന് പേരിട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ പേരിൽ തന്നെ ഒരു രസമുണ്ട്. അപ്പൊ F0 F1 പാർട്ടിക്കിൾ. ഓക്കെ, സോ ദിസ് F0 പാർട്ടിക്കിൾ ഇവിടെ പ്രോട്ടോൺ തിങ്ങി നിറഞ്ഞു, ഇനി ഇത് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇതിന്റെ ഉള്ളിലൂടെ പ്രോട്ടോൺ കടന്നു പോയാൽ മാത്രമേ ATP സിന്തസിസ് നടക്കുള്ളൂ. ATP സിന്തസിസ് നടക്കുന്ന സൈറ്റ് ആണ് F1. ഈ F0 F1 തന്നെയാണ് കേട്ടോ ഓക്സിസോംസ് എന്ന് പറയുക. F0 F1 is also known as oxysomes. അത് തന്നെയാണ് ATP സിന്തൈസ് എൻസൈം. അതൊരു കാരിയർ പ്രോട്ടീൻ ആയിട്ടും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഇവിടെ ഹയർ ആവുമ്പോൾ it will open a way for protons from lumen to stroma. മക്കളെ, ഇപ്പൊ ഇലക്ട്രോൺ ഇങ്ങനെ പോകുമ്പോ പ്രോട്ടോൺസ് സ്ട്രോമേന്ന് ലൂമനിൽ വന്നു കേട്ടോ. അപ്പൊ ലൂമനിൽ പ്രോട്ടോൺ തിങ്ങി നിറഞ്ഞപ്പോ പ്രോട്ടോൺ പറയാ എനിക്കിപ്പൊ പോണം. എവിടേക്ക് പോണം? സ്ട്രോമയിലേക്ക് തിരിച്ചു പോണെന്ന്. പക്ഷെ മെംബ്രെയിൻ അങ്ങനെ വിടില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ പൈസ കൊടുത്തിട്ടാ വന്നേ. എന്താ ഞാൻ പൈസ കൊടുത്തിട്ടാ വന്നേന്ന് പറഞ്ഞേ? ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ടഡ് അല്ലേ? ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോണത്ര അവർക്ക്, ആർക്ക്? പ്രോട്ടോൺസിന്. അപ്പൊ ഭയങ്കര വാശിയായി. അപ്പോഴാണ് നമ്മുടെ F0 will open a way for protons. വരൂ, ഞാൻ നിന്നെ അങ്ങോട്ട് വഴി തുറന്നു വിടാം. അവർക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവട്ടോ, അല്ലാണ്ട് ഇപ്പൊ അവിടെ വഴി തുറക്കില്ല. ഓക്കെ, സോ F0 will open a way for protons to stroma. ക്ലിയർ? അപ്പൊ പ്രോട്ടോൺസ് ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വരികയാണ്. ഓക്കെ, അങ്ങനെ വന്നിട്ട് അവർ എപ്പോഴാണോ when they reach F1 they will trap the energy of protons. അവിടെ നല്ലൊരു എനർജി ഉണ്ടാവില്ലേ? ഹീറ്റ് എനർജി രൂപത്തിലാവാം. ഓക്കെ, അപ്പോ പ്രോട്ടോൺസ് അതിലേക്ക് കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന എനർജിയുടെ പ്രസൻസില് ADP+P ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഉണ്ടാവും. they will do endergonic reaction. അവരവിടെ റിലീസ് ചെയ്ത എനർജി ഒക്കെ സ്വന്തം ബോണ്ടിലേക്ക് ട്രാപ്പ് ചെയ്യും. അങ്ങനെ ഇവിടെ എന്തുണ്ടാവും? ATP synthesis ഉണ്ടാവും. So which is the site of ATP synthesis? F1 particle. Which is the channel of proton എന്ന് ചോദിച്ചാലോ F0 എന്ന് പറയണം. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് മനസ്സിലായപ്പോ പ്രോട്ടോൺ എവിടേക്ക് വന്നു മക്കളെ? പ്രോട്ടോൺ സ്ട്രോമയിലേക്ക് വന്നു എന്ന് പറയും. ഒന്നും സംഭവിക്കാത്തതുപോലെ വന്നു അല്ലെ? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്തു, പ്രോട്ടോൺസ് ഇങ്ങനെ വന്നു. F1 വെച്ചിട്ട് എനർജി ട്രാപ്പ് ചെയ്ത് ADP+P എൻഡർഗോണിക് റിയാക്ഷൻ അല്ലേ? ടീച്ചർ അത് ആക്ടിവേഷൻ എനർജിയുടെ ഒരു സെഷനിൽ ചെയ്തിട്ടിട്ടുണ്ട് വീഡിയോ കേട്ടോ.
ഓക്കെ, അപ്പൊ ATP ഉണ്ടായി, F1 സൈറ്റിലാണ്. മനസ്സിലായോ? ഇനി ഇവിടുന്ന് വരാവുന്ന ഒരു എബവ് ആവറേജ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിംഗ് ദിസ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് വിച്ച് പാർട്ട് ഓഫ് ദി ഓക്സിസോം വിൽ ബി അണ്ടർഗോ മോർ കൺഫോർമേഷണൽ ചേഞ്ച് എന്ന് ചോദിക്കും. അപ്പൊ F0 F1 F0 F1 എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പൊ F1-നാണ് കൺഫോർമേഷണൽ ചേഞ്ച്. അത് ഇങ്ങനെയൊന്നും അല്ല, ശരിക്കും PG ലെവലിലോ നിങ്ങൾ ഹയർ ക്ലാസ്സസിലോ ഒക്കെ പഠിക്കും. ഒരു റൊട്ടേറ്റിംഗ് ഗേറ്റ് പോലെയൊക്കെയാണ്, ഒരു കുറെ പോളിപെപ്റ്റൈഡ് ചെയിൻ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചർ ഒക്കെയാണ്. സോ അതൊന്നും നമ്മളിപ്പോൾ വരയ്ക്കുന്നില്ല. ഇങ്ങനെ ഒരു പ്രത്യേക സ്ട്രക്ചർ ഒക്കെയാണ് F1 പാർട്ടിക്കിളിന്. അങ്ങനെ ഒരു കൺഫോർമേഷണൽ ചേഞ്ച് ഒക്കെ അവിടെ സംഭവിക്കും. സോ അതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, മക്കൾ ഇങ്ങനെ പഠിച്ചാൽ മതി. F1 ATP സിന്തസിസ്, F0 പ്രോട്ടോൺ ചാനൽ. F1-നാണ് കൂടുതൽ കൺഫോർമേഷണൽ ചേഞ്ച് സംഭവിക്കുക. അത്രയും ക്ലിയർ ആയല്ലോ, ധാരാളമാണ്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഇതിൽ എന്താ മനസ്സിലാവാത്ത ടീച്ചർ ഒന്നും കൂടെ ഓടിച്ചിട്ട് പറയാം കേട്ടോ. സോ നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടന്നു ഇവിടെ. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. PS2-വിൽ നിന്ന് PS1-ലേക്ക് മൂവ് ചെയ്യുമ്പോൾ PQ-ന്റെ ഹെൽപ്പോടുകൂടി പ്രോട്ടോൺ സൈറ്റോക്രോം B6 പമ്പിലൂടെ എവിടേക്ക് എത്തി? ല്യൂമനിലേക്ക് എത്തി. ഓക്കെ, സോ അങ്ങനെ എത്തിയ പ്രോട്ടോണും വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പ്രോട്ടോൺസും കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ല്യൂമനിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുന്നു, സ്ട്രോമയിൽ കുറയുന്നു. സ്ട്രോമയിൽ കുറയാനുള്ള വേറെ ഒരു കാരണം എന്താണ്? ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞയച്ചു, രണ്ട് NADP-യുടെ വക കുറച്ച് എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ രണ്ട് കാരണങ്ങളാലാണ് ഇവിടെ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കുറയുന്നത്. സോ ആ വ്യത്യാസത്തെയാണ് നമ്മൾ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മെംബ്രെയിന്റെ ഇടയിൽ ഇപ്പുറത്തും ഇപ്പുറത്തുമുള്ള വ്യത്യാസം, അതല്ലേ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അതാണ് അവിടുത്തെ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് വിൽ ആക്ടിവേറ്റ് F0 F1 particles. So F1 particle will undergo conformational change. F0 will open a way for protons. That is a type of facilitated diffusion. I mean, this is the line from your NCERT textbook. These protons will be moved back to stroma by facilitated diffusion. By facilitated diffusion. Is it very clear? So this is chemiosmotic hypothesis. So chemiosmotic hypothesis is nothing but chemical osmotic concentration of protons gradient will be there. For this, four conditions are necessary. ഏതൊക്കെയാണ് four conditions? മക്കളെ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ വേണം അല്ലെ. ഒന്നാമത്തെ കണ്ടീഷൻ ആണ് proton concentration. Okay, there must be proton concentration gradient. Okay, രണ്ടാമത്തെ പോയിന്റ് എന്താ? ഒരു മെംബ്രെയിൻ അവിടെ ഉണ്ടാവണം. മെംബ്രെയിൻ സിസ്റ്റം ഇല്ലെങ്കിൽ there will not be a field of gradient. Okay, മൂന്നാമത്തെ പോയിന്റ് proton pump ഉണ്ടാവണം. there must be a proton പമ്പ്. നാലാമത്തെ പോയിന്റ് എന്താ? ഷെഫ് ഉണ്ടാവണം. കിച്ചൺ ഉണ്ടായാൽ പോരാ അല്ലെ. ആരാ? ATP സിന്തേസ് എൻസൈം. ഓക്കെ, ATP സിന്തേസ് എൻസൈം. ആരാണ്? F0 F1 പാർട്ടിക്കിൾ. ക്ലിയർ ആയോ? അപ്പൊ ഈ നാല് സംഭവങ്ങളാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് പ്രകാരം ATP സിന്തസിസിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള റിക്വയർമെന്റ്. ഐ ഹോപ്പ് നൗ ഇറ്റ് ഇസ് വെരി ക്ലിയർ ടു യു. ഓക്കെ, സോ സ്വാഭാവികമായിട്ട് നിനക്കൊരു സംശയം വരാം, ടീച്ചർ ഇതൊക്കെ മനസ്സിലായിട്ടോ, ഈ സ്ട്രോമ ലാമല്ലയിൽ അപ്പൊ എങ്ങനെയാ ATP സിന്തസിസ് നടക്കണേ? അതൊന്നും NCERT-ൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവണ്ടേ? നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലേ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൽ ATP ഉണ്ടാവുണ്ടെന്ന്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ PS1 അതിൽ കൂടെ ഇലക്ട്രോൺ പോകുന്നു വരുന്നു. അപ്പൊ അവിടെയും ഇതേപോലെ PQ ഈ സ്ട്രോമയിൽ തന്നെ പ്രോട്ടോണിനകത്തേക്ക് കടത്തിവിടും. ഓക്കെ, ശരിയായില്ലേ? PQ നമ്മുടെ ഈ ആക്ഷൻ തന്നെ കേട്ടോ മക്കളെ. ഇവിടെ PQ പ്രോട്ടോണിനെ സ്ട്രോമയിൽ എടുക്കും, എന്നിട്ട് സൈറ്റോക്രോം B6 വയ അകത്തേക്ക് പമ്പ് ചെയ്യും. ഓക്കെ, സോ അപ്പോ എന്താ? ഇതൊക്കെ ഒരുമിച്ച് നടക്കണതല്ലേ. ഇത് ഇവിടെ നടക്കും, ഇത് ഇവിടെ നടക്കും. അപ്പൊ എന്തായാലും ഇവിടെ പ്രോട്ടോൺസിന്റെ അളവ് കുറവാണ്. സോ ഇതിന്റെ ല്യൂമനിലേക്ക് പ്രോട്ടോൺ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടുതലായിരിക്കും. ഏതിന്റെ? സ്ട്രോമ ലാമല്ലയുടെ ഉള്ളിലും. അവിടെ വാട്ടർ സ്പ്ലിറ്റിംഗ് ഒന്നുമില്ല, എന്നിട്ടും ഇവിടത്തേക്കാൾ പ്രോട്ടോൺസ് ഇതിന്റെ ഉള്ളിൽ കൂടുതലായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് ഗ്രാനാലാമല്ലകൾ ഉണ്ടല്ലോ, സ്ട്രോമ ലാമല്ലകൾ ഉണ്ടല്ലോ, NADP റിഡക്ടേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ കൺസ്യൂം ചെയ്യല്ലേ. അപ്പൊ ഇവരുടെ ല്യൂമന്റെ ഉള്ളിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുതൽ തന്നെയായിരിക്കും. അപ്പൊ ഇവിടെയും F0 F1 പാർട്ടിക്കുലർ ആക്ടിവേറ്റ് ചെയ്യും. ഇവിടെ നടന്ന അതേപോലെ തന്നെ ഇവിടെയും ATP സിന്തസൈസ് ചെയ്യും. മനസ്സിലായോ? ഇവിടെ പ്രോട്ടോൺ കോൺട്രിബ്യൂഷൻ വാട്ടർ സ്പ്ലിറ്റിംഗ് ഒന്നുമില്ല, പക്ഷെ ആ ഇലക്ട്രോൺ പോകുമ്പോൾ സ്ട്രോമയിൽ നിന്ന് സ്ട്രോമ ലാമല്ലയുടെ ല്യൂമനിലേക്കും പ്രോട്ടോൺ വരും. അപ്പോൾ അവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവും, ATP സിന്തസിസ് നടക്കും. ക്ലിയർ ആയില്ലേ? ഇത് വളരെ എഫിഷ്യന്റ് ആണ്.
കൂടുതൽ നമ്പർ ഉണ്ടാക്കുമെന്നൊക്കെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ കൺസെപ്റ്റ് റിഗാർഡിംഗ് സെമി ഓസ്മോട്ടിക് ഹൈപ്പോതെസിസ്. അപ്പൊ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എവിടെ നടക്കും? സ്ട്രോമ ലാമല്ല. ഇനി നാളെ എക്സാമിന് ചോദിക്കുകയെന്ന് വിചാരിക്കുക, സ്ട്രോമ ലാമല്ലയിൽ F0 പാർട്ടിക്കിൾ ഉണ്ടോ? അപ്പൊ മനസ്സിലായി, ടീച്ചർ വരച്ച് പഠിപ്പിച്ചത് മുഴുവൻ ഗ്രാനാ ലാമല്ലയുടെ ഫിഗർ അല്ലേ, സ്ട്രോമ ലാമല്ലയിൽ ഇതുണ്ടോ? പിന്നെ ഇല്ലാണ്ട് എവിടെയൊക്കെ ATP സിന്തസിസ് നടക്കുന്നുണ്ടോ? അവിടെ ഇതുണ്ട്. ഏതുണ്ട്? F0 F1 പാർട്ടിക്കിൾ ഉണ്ട്. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് വഴി നടക്കുന്നിടത്തൊക്കെ അവിടെ നിങ്ങൾക്ക് ഇത് കാണാം കേട്ടോ. ഇത്തരത്തിലുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിനെയാണ് മക്കൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. കമാൺ, ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ജസ്റ്റ് ഈ NADP-യുടെ കാര്യം ഒന്ന് പറയാം. ഈ NADP എന്ന് പറഞ്ഞാൽ നിക്കോട്ടിനമൈഡ് അഡെനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ്. ഓക്കെ, അതൊരു കോഎൻസൈമാണ്. നിയാസിൻ എന്ന് പറയുന്ന വൈറ്റമിനിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്യണതെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ NADP-യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും മക്കളെ. അപ്പൊ അതെന്താ ഉണ്ടാവുക? NADP പ്ലസ്. അപ്പൊ ഇത് ബൈഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഈ NADP പ്ലസ് NADP plus NADPH ആവാൻ എത്ര ഇലക്ട്രോൺസ്, ഹൗ മെനി ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ റിക്വയർഡ്? എൻട്രൻസിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ 2-3 എണ്ണം നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ NADP plus NADPH ആവാൻ how many electrons and protons are required? So first of all you need to think, in order to become NADP, it must require 1 electron. So ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രോൺ വേണം. ക്ലിയർ ആയില്ലേ? പ്ലസ് വെറുതെ ആവാൻ തന്നെ ഒരു ഇലക്ട്രോൺ വേണം. ഇവിടെ പ്ലസ് എന്ന് എഴുതിയത് ആദ്യം NADP ആവാൻ ഒരു ഇലക്ട്രോൺ വേണം. ഇനി എന്താവണം? H കൂടെ ആവണം. ഈ Hൽ എന്തൊക്കെയുണ്ട്? ഒരു ഇലക്ട്രോണും ഉണ്ട്, ഒരു പ്രോട്ടോണും ഉണ്ട്, അല്ലേ മക്കളെ? അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ എത്ര ഇലക്ട്രോൺ വേണം ഇത് ഇതാവാൻ? അത് 2 ഇലക്ട്രോണും വേണം, ഒരു പ്രോട്ടോണും വേണം. ഇപ്പൊ ഓക്കെ ആണോ? വളരെ ഈസി അല്ലേ? ഇനി നിങ്ങൾ പറയൂ, NADP പ്ലസ് H പ്ലസ് ഇങ്ങനെയാവാൻ വീണ്ടും എഴുതണം. കൺഫ്യൂഷൻ ആവോ? നോക്കിക്കോളൂ. NADP പ്ലസ് NADP H പ്ലസ് H പ്ലസ്. ഓക്കെ, ഇങ്ങനെയാവാൻ എത്ര ഇലക്ട്രോണും പ്രോട്ടോണും വേണം? ഒന്നുമില്ല. നോക്കിക്കോളൂ, ഇവിടെ ഒരു ഇലക്ട്രോൺ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ എത്താൻ വേണം. പിന്നെ ഈ Hൽ ഒരു ഇലക്ട്രോൺ വേണം, ഒരു പ്രോട്ടോൺ വേണം, അല്ലേ മക്കളെ? ഇതൊരു ബേസിക് കെമിസ്ട്രി അല്ലേ? ഇത് ഇവിടെ ഒരു H പ്ലസും കൂടെ വേണം. അപ്പൊ മൊത്തത്തിൽ നോക്കൂ, ഇവിടെ 1, ഇവിടെ 1. ഓക്കെ, അപ്പൊ 2 ഇലക്ട്രോണും വേണം, കമാൺ 2 പ്രോട്ടോണും വേണം. മനസ്സിലായോ? ഇനിയിപ്പോ നിങ്ങളോട് NADPH2 ആവാൻ എത്ര വേണം? വെറും NADPH2 ആവാൻ എത്ര വേണം എന്നൊക്കെ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടെ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മളുടെ ലൈറ്റ് റിയാക്ഷൻ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതിൽ ആ ക്വാണ്ടം റിക്വയർമെന്റേ പറയാനുള്ളൂ. അപ്പൊ അത് ഞാൻ വേറെ സെഷൻ ചെയ്യാം. അപ്പൊ നാളെ തൊട്ട് അടുത്ത സെഷൻ തൊട്ട് നമുക്ക് C3 സൈക്കിൾ, C4 സൈക്കിളിലേക്കൊക്കെ കടക്കാം. നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുണ്ടെങ്കിൽ ടീച്ചറുടെ ചാനലിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ടീച്ചറുടെ ചാനലിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, ബൈ ബൈ.